കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. ഓർബിറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സൽ പേജിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡേറ്റ എന്ന പാനലിലെ എക്സലിലെ ഡേറ്റ എന്ന പാനലിലെ സബ് ടോട്ടലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ടോട്ടൽ ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ നമ്മൾ സബ് ടോട്ടൽ എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് കേൾക്കുന്നത് അല്ലേ. അപ്പോൾ സബ് ടോട്ടൽ എന്ന് പറയുമ്പം കാറ്റഗറൈസ് ചെയ്ത്, അതായത് ഓരോ കാറ്റഗറി തിരിച്ചിട്ട് ടോട്ടൽ കാണുന്നതാണ് സബ് ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിപ്പം കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലിസ്റ്റൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതായത് അവിടെ മേടിച്ചേക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇവിടെ ഇപ്പം കുറേ TV, LG, ഒനീഡ, ഫിലിപ്സ്, BPL ഇങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, റേറ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും എമൗണ്ട്. അപ്പം ടോട്ടൽ എത്ര? അത് ക്വാണ്ടിറ്റി ഇപ്പോൾ LG മേടിച്ചത് 50 ക്വാണ്ടിറ്റി മേടിച്ചു, റേറ്റ് 100 വെച്ചിട്ട് 5000. ഒനീഡ എത്ര? ക്വാണ്ടിറ്റി 100 വെച്ചിട്ട് റേറ്റ് 50 രൂപ വെച്ചിട്ട്, അപ്പം 100 × 50 5000. അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ എമൗണ്ട് കൊടുത്തേക്കുന്നത്, നമ്മൾ കണ്ടേക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ക്വാണ്ടിറ്റിയുടെയും റേറ്റിൻ്റെയും എമൗണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സബ് ടോട്ടൽ നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ എന്തോ ചെയ്യണം? ഇപ്പം നോക്കിക്കേ, അതിനായിട്ട് ആദ്യം നമുക്കിത് ഓർഡറിലാക്കണം. അതായത് ഇപ്പോൾ LG എല്ലാം വേറെ വേറെ കിടക്കും. LG ഒന്നിവിടെ കിടക്കുന്നു, ഒന്നിവിടെ, ഒന്നിട ഒന്നിവിടെ. അപ്പം ഇതിനെല്ലാം സോർട്ട് ചെയ്ത് എല്ലാം ഒന്നിച്ച് സെറ്റാക്കി വെക്കണം. അതായത് A to Z കൊടുത്ത് സോർട്ട് ചെയ്ത് ഒന്നിച്ചാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ ഒരു ഐറ്റം അത്രയും നമ്മൾ സെലക്ട് ചെയ്തിട്ട്, കണ്ടോ, A to Z ക്ലിക്ക് ചെയ്ത് സോർട്ട് ചെയ്യണം. അപ്പം സോർട്ടായെന്ന് പറഞ്ഞാൽ BPL ഒന്നിച്ച് വരും, LG ഒന്നിച്ച് വരും, ഒനിഡ ഒന്നിച്ച് വരും. അപ്പം ഈ ഒരു രീതിയിലോട്ട് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്തെടുത്തു. പിന്നെ ഇനി നമ്മൾ സബ് ടോട്ടലിലേക്ക് പോവാണ്. അപ്പം നമുക്ക് സബ് ടോട്ടൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സോർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് സബ് ടോട്ടൽ എടുത്തു. കണ്ടോ? അപ്പോൾ സബ് ടോട്ടൽ എടുക്കാൻ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അതായത് നമ്മൾ ഇവിടെ എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. നമ്മളിപ്പോൾ ഇവിടെ അടുത്ത് ഒരു ഐറ്റം ഇവിടെ കൊടുക്കുക, ടോട്ടൽ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഐറ്റം ഇവിടെ കൊടുക്കുവാണെങ്കിൽ അതും ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. അപ്പം നമ്മൾ എന്ത് കൊടുക്കുന്നോ, ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നോ അതെല്ലാം ഇവിടെ കാണിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഇനിയും ടോട്ടൽ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പം ഇവിടെ ഞാൻ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, കണ്ടോ, ഈ 3 എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടോട്ടൽ കാണിക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ 3 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് 3 എണ്ണം സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണം. കണ്ടോ? ഓക്കെ കൊടുത്തപ്പം ഇങ്ങനെ വന്നു. അതായത് BPL എന്ന കാറ്റഗറിയുടെ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. 150ഉം 50 കൂട്ടി 200. BPL ടോട്ടലിൻ്റെ റേറ്റിൻ്റെ ടോട്ടൽ, BPLൻ്റെ റേറ്റിൻ്റെ ടോട്ടൽ വന്നിട്ടുണ്ട് 100, 50, 150. എമൗണ്ടിൻ്റെ ടോട്ടൽ, അതായത് 5000 + 7500 12500. അങ്ങനെ ഓരോന്നിൻ്റെയും LGയുടെ വന്നിട്ടുണ്ട് ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ. കണ്ടോ? 50ഉം 100ഉം 150. ഇവിടെ നോക്കുക, 100ഉം 20ഉം 120. ഇവിടെ 5ഉം 2ഉം 7000. അപ്പം അതുപോലെ ഒനിഡയുടെ വന്നിട്ടുണ്ട്, ഫിലിപ്സിൻ്റെയും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തത്? ക്വാണ്ടിറ്റി ടിക്ക് ചെയ്ത് കൊടുത്തു, റേറ്റ് ടിക്ക് ചെയ്ത് കൊടുത്തു, എമൗണ്ട് ടിക്ക് ചെയ്ത് കൊടുത്തു. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെയും ടോട്ടൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് കാറ്റഗറി ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കാറ്റഗറി ചെയ്ത് സബ് ടോട്ടൽ കാണുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓരോരോ കാറ്റഗറി ആയിട്ട് നമുക്ക് ടോട്ടൽ കിട്ടി. ഇനി ഇത് നമുക്ക് വേണ്ട, നമുക്ക് പഴയ ആ ഒരു പേജിലോട്ട് പോകണം. ഇത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും നമ്മൾ സബ് ടോട്ടലോട്ട് പോയിട്ട് ഇവിടെ നോക്ക്, ഇവിടെ റിമൂവ് ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? റിമൂവ് ഓളിൽ ക്ലിക്ക് ചെയ്യുമ്പം അത് പോയി കിട്ടും. കണ്ടോ? ഇപ്പം പഴയ പോലെ ആയി. ഇപ്പം ഇതിൻ്റെ ആ ടോട്ടൽ എല്ലാം പോയി കിട്ടി. ഇനി വീണ്ടും നമുക്കൊന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് സബ് ടോട്ടൽ കാണാം. കണ്ടോ? ഇപ്പം ഇവിടെ ഇതെല്ലാം നമ്മൾ മുമ്പേ ചെയ്തപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുമായിരുന്നു. അപ്പം ഇതെല്ലാം ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനിയും ക്വാണ്ടിറ്റിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ടോട്ടൽ കാണാൻ നോക്കാം. അപ്പം ക്വാണ്ടിറ്റി മാത്രം ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം. കണ്ടോ? ഇപ്പം നോക്കിക്കേ, ഇപ്പം ക്വാണ്ടിറ്റിയുടെ മാത്രം ടോട്ടലാണ് വന്നേക്കുന്നത്. ബാക്കി ഒന്നും, റേറ്റിൻ്റെയും എമൗണ്ടിൻ്റെ ടോട്ടൽ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. BPL എന്ന കാറ്റഗറിയുടെ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട് 150, 50, 200. LGയുടെ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്, ഒനീഡയുടെ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിലിപ്സിൻ്റെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ അവിടെ പോയി ആ ഒരു സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ
സബ് ടോട്ടലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ഓപ്ഷൻസ് ഓണാക്കി കൊടുക്കുന്നോ ടിക്ക് ചെയ്ത് കൊടുക്കുന്നോ അതിൻ്റെയൊക്കെ ടോട്ടൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പം നമുക്കതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് കൊടുത്തിട്ട് നമുക്ക് ഈ ഇതെല്ലാം കളയാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്കിതിനെയും കളയാം. നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ വീണ്ടും സബ് ടോട്ടലിൽ പോയിട്ട് റിമൂവ് ഓൾ കൊടുക്കുമ്പോഴത്തേക്കും പഴയ പോലെ ആയി കിട്ടും. ഇതാണ് സബ് ടോട്ടൽ. അപ്പം നിങ്ങൾ ഇതുപോലൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ചാർട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അതിനെ സോർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇവിടെ A to Z പോയിട്ട് സോർട്ട് ചെയ്ത് ഒന്നിച്ചാക്കണം. എന്നിട്ട് ഇതുപോലെ ഓരോ സബ് ടോട്ടൽ എടുത്തിട്ട് സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്ത് അതെടുത്തിട്ട് നമ്മൾ ഓരോന്നിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടോട്ടൽ ചെയ്ത് സബ് ടോട്ടൽ കണ്ടുപിടിക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.